പലര് പല ഉത്തരം പറഞ്ഞു. ചിലർ പറഞ്ഞു എന്നെ ആരും ഒന്നും അങ്ങനെയൊന്നും പഠിപ്പിക്കാനില്ല, പ്രായമായി കഴിഞ്ഞാൽ പുത്തനായിട്ടൊന്നും ഒക്കുകയില്ല. അതിൽ തക്കവണ്ണം ഒരപരിതത്വം തോന്നാതെ വണ്ണം അവിടെ നടന്ന ക്രമീകരണങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടിടയായി തീർന്നു. ചില കാലങ്ങൾ ഞാൻ അവിടെ പോയി പാർത്തു. ആ പെട്ടിയിൽ നിന്ന് വാങ്ങിച്ച് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യാനായിട്ടിടയായി തീർന്നു. വ്യത്യസ്തമായ യാത്രാ അനുഭവങ്ങളെ കുറിച്ചുകൂടെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? പ്രത്യേകിച്ച് കാൻറ്റർബറി ആർച്ച് ബിഷപ്പിനോടൊപ്പം അച്ഛൻ പങ്കിട്ട സമയങ്ങൾ, ഗൾഫിലെ ബഹ്റൈനിൽ പല പ്രാവശ്യം നടത്തിയ യാത്രകൾ, അച്ഛൻ്റെ കുവൈറ്റിലെ ശുശ്രൂഷ മേഖലകൾ, അവയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ കൂടെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത ചില അനുഭവങ്ങൾ, പാഠങ്ങൾ എൻ്റെ പ്രത്യേകിച്ച് വിദേശ സഞ്ചാരത്തിൽ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുമ്പോൾ അയാളോടുകൂടെ ചില കാലങ്ങൾ ഞാൻ അവിടെ പോയി പാർത്തു. അവിടെ വളരെ വളരെ വ്യത്യസ്തമായ പാഠങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് ലാംബത്ത് പാലസിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് റോവാൻ ഡഗ്ലസ് വില്യംസ്, ഞാൻ അദ്ദേഹത്തെ ലാംബത്ത് പാലസിൽ പോയി കാണാനിടയായി. ജീവിതത്തിൽ ഇത്ര മനോവിനയവും ആഴമായ ഒരു ദൈവബോധവും മറ്റുള്ളവരെക്കുറിച്ചുള്ള ബഹുമാനവും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഞാനും എൻ്റെ സഹധർമ്മിണിയും ഉണ്ടായിരുന്നു. ഒരു മദാമ്മ ഒരു ട്രെയിൽ ഞങ്ങൾക്ക് കുടിക്കാൻ ചായ കൊണ്ടുവന്നു. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് റോവാൻ ഡഗ്ലസ് എഴുന്നേറ്റ് ഈ ട്രെയിലെ ചായ, കാപ്പി കുടിക്കാനുള്ളത് എൻ്റെ വൈഫിന് ആദ്യം കൊടുക്കുന്നു, എനിക്ക് തരുന്നു. അദ്ദേഹം തന്നെയാണ് എഴുന്നേറ്റ് ഞങ്ങൾക്കിത് കൊണ്ടു തരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന പല കാര്യങ്ങൾ ചർച്ച ചെയ്തു. ബർന്നബാസ് ഇരുമ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിനെ കാണാനിടയാകുന്നെങ്കിൽ കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മിക്കാനായിട്ട് കൊണ്ടുപോകണം. ഞാൻ കേരളത്തിൻ്റെ ഒരു ഓട് വിളക്ക്, അത് ഒരു നമ്മൾ കത്തിക്കുന്ന രീതിയിലുള്ള ഒരു കൊച്ചു സമ്മാനമായിട്ട് കൊടുത്തു. അത് വാങ്ങിച്ച് ആ രാജ്യത്തിൻ്റെ അവരുടെ സ്വത്തെന്നുള്ള നിലയിൽ ആ അലമാരിയിൽ കൊണ്ടുവച്ചു. ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ജോനാഥാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള, അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള അച്ഛനാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ അച്ഛന് താഴെ നമ്മുടെ ആ അത്തിപ്പഴം 2 അവർക്ക് പറിച്ചു കൊടുക്കണം. ഗ്രേറ്റ് ലണ്ടൻ ഫയറിൽ അവിടുത്തെ കത്തിപ്പോയ അത്തിയാണ്, എൻ്റെ പേരിൽ നിന്ന് കിളിച്ചു വന്നതാണ്. ഇത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമാണ്, ഒരു കരുതൽ. അദ്ദേഹം ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു. അവിടെ കണ്ണമ്മൂല സെമിനാറിൻ്റെ ഒരു ആഘോഷത്തിന് വന്നു. പാട്ടൂർ പള്ളിയിൽ ഞാൻ വന്നെത്തി. അദ്ദേഹത്തിൻ്റെ കാപ്പിയൊക്കെ മാറുന്നതിന് ഞാൻ തന്നെ കൂടെ വന്ന ലേഡി അച്ഛനുണ്ട് ഉടാൾ, അവരുടെ കയ്യിൽ നിന്നും ആ പെട്ടിയിൽ നിന്നും വാങ്ങിച്ച് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യാനായിട്ടിടയായിത്തോളൂ. അതിനോടൊപ്പം തന്നെ അതിനുശേഷം അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, മാഞ്ചസ്റ്റർ, ലിവർപൂൾ, എഡിൻബറോ, സ്കോട്ട്ലൻഡ്, കാഡിഫ്, ഈ സ്ഥലങ്ങളിലെല്ലാം
200 പേജിൻ്റെ ഒരു ബുക്ക് ഞാൻ കയ്യിൽ കരുതി ഇവിടെല്ലാം വളരെ ശാന്തമായി അനേക കാര്യങ്ങൾ കുറിച്ചെടുക്കാനിടയായി. ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഒരു ചാപ്ലിനുണ്ട് കയറി ചെല്ലുമ്പോൾ. ഏറെ കൂറും അതിൻ്റെ രൂപം തന്നെ ഒരു ക്രോസിൻ്റെ രീതിയിലാണ്. ആ എൻട്രൻസിൽ പലപ്പോഴും ഒരു യൂണിവേഴ്സിറ്റി ഒരു ചാപ്ലിൻ, ഒരു അച്ഛനുണ്ട്. നേരത്തെ അത് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അച്ഛനാകുന്നു, അത് അദ്ദേഹത്തെ ധരിപ്പിച്ച് അതിന് അനുവാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായി നമ്മളെ സ്വീകരിക്കും. അവിടെ പല പല കാര്യങ്ങൾ കാണാം. ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഓക്സ്ഫോർഡിൽ പോയി ഇതെല്ലാം അവിടെ കണ്ടു, അച്ഛനുമായിട്ട് സംസാരിച്ചു. ആ രീതിയിൽ ആ കുട്ടികൾ ചില ഇരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. അവിടെ പ്രൊഫസേഴ്സ് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരാരും അവരുടെ കാറുമായിട്ട് വരുന്നില്ല. അത് അവരുടെ കാറുകളെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് കോളേജിലേക്കുള്ള ബസ്സുണ്ട്, അവിടെ എടുത്തിടും. ഇവിടെ അവർ മിക്കവാറും സൈക്കിളുണ്ട്. ആ സൈക്കിളിലാണ് ലോകത്തിലെ വളരെ വലിയ പരിണിതപ്രജ്ഞരായിരിക്കുന്ന പ്രൊഫസേഴ്സ് യാത്ര ചെയ്യുന്നത്. അത് കാണാൻ. ഒപ്പം തന്നെ കേംബ്രിഡ്ജ് ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു പാലം, ഒരു ബ്രിഡ്ജ് ആണ്, ഒരു വെള്ളം ഒഴുകുന്നതായിട്ട് അരുവിയുണ്ട്. എൻ്റെ കൂടെ വന്ന ഒരാൾ വെളിയിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. അതിൻ്റെ ലൈറ്റ് ലൈബ്രറിയിലുണ്ടായിരുന്ന ആ ഗ്ലാസ്സിൽ തട്ടി. വായിക്കുന്ന സ്കോളേഴ്സിനെ ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ നടന്നു ഒന്നും അവരറിയുന്നില്ല, ഏകാഗ്രതയോടുകൂടെ പഠിക്കുന്ന ആളുകൾ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചാപ്പൽ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയാണ് സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ. അവിടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൻ്റെ തലക്കെട്ട് എഴുതിയിരിക്കുന്നത് ചാപ്പൽ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാൽ ക്രിസ്ത്യാനികളുടെ പള്ളി, പടിഞ്ഞാറോട്ട് നിന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടേതായിട്ടുള്ള മോസ്ക്. ഞാൻ രണ്ടിടത്തും പോയി. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു. പടിഞ്ഞാറോട്ട് വന്ന് മുസ്ലിങ്ങളിരിക്കുന്ന താഴെ അവരുടെ പരവതാനിയൊക്കെ ഉണ്ട്, കാർപ്പറ്റൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ഒന്നും പ്രാർത്ഥിച്ചു. ഞാൻ ചിന്തിച്ചു, ലോകത്തിൽ എവിടെയെങ്കിലും ഇംഗ്ലീഷുകാരെ ശരിയോ തെറ്റോ കുറ്റങ്ങൾ പലത് കണ്ടേക്കാം. കൂടുന്നിടത്തെല്ലാം പല വേദികളിലും അവരുടെ കുറവുകളും ബലഹീനതകളും പറയുമ്പോൾ ലോകത്തെവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, എനിക്ക് ലോകത്തെക്കുറിച്ച് അറിവുകളൊന്നും വലുതായിട്ടില്ല, ചാപ്പൽ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, മുസൽമാനും ഹൈന്ദവനും ക്രിസ്ത്യാനിയും എല്ലാം ദൈവാത്മാവിൽ ഒരേ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ സ്കോട്ട്ലൻഡിൽ പോയി. ഒരു ദിവസം മുഴുവനും ഡേവിഡ് ലിവിൻസൻ്റെ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്, അവിടെ ഒരു മ്യൂസിയമുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ അദ്ദേഹം പോയിരിക്കുന്ന ആഫ്രിക്കയായിട്ട് തോന്നിക്കും. ആ രീതിയിലാണ് ക്രമീകരണം. അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കാണാനും അദ്ദേഹം താമസിച്ച വീടുകളൊക്കെ മനസ്സിലാക്കാനും ഇടയായി. ആ സ്കോട്ട്ലൻഡിൽ ഒപ്പം തന്നെ ഞാൻ അവിടെ കണ്ടത് ഈ അൽഷിമേഴ്സ് രോഗികളുടേതായിരിക്കുന്ന ഒരു ആശുപത്രി. അവിടെ അതിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാവരും പോകാൻ സമ്മതിക്കുകയല്ല. ഓർമ്മകൾ കുറഞ്ഞ ഒരാളുണ്ടെന്ന് വരികിൽ അയാളെ അവിടെ താമസിപ്പിക്കണമെങ്കിൽ നേരത്തെ വന്ന് കൺസേൺഡ് ആളുകൾ പഠിക്കും. അയാളെ പരിചയിച്ച കാര്യം എന്താണ്, കിടക്കമുറി എവിടാണ്, എവിടോട്ടാണ് ബാത്റൂം, എവിടോട്ടാണ് ഡൈനിങ് റൂം, ഇതെല്ലാം പഠിച്ചിട്ട് അതേ രീതിയിൽ ഇദ്ദേഹം ചെല്ലുന്ന ആ സൂട്ട് ക്രമീകരിക്കും. പ്രായമായി കഴിഞ്ഞാൽ പുത്തനായിട്ടൊന്നും ഒക്കുകയില്ല. അതിൽ തക്കവണ്ണം ഒരപരിതത്വം തോന്നാതെ വണ്ണം അവിടെ നടന്ന ക്രമീകരണങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടിടയായി തീർന്നു. മാഞ്ചസ്റ്റർ, ലിവർപൂൾ, ഇവിടെയൊക്കെയുള്ള അനേകരമായ കാര്യങ്ങളൊക്കെ ആ മാഞ്ചസ്റ്ററിലെ ഒരു ഡോക്ടറൊക്കെ ജെറിയാട്രിക് മുതിർന്നവരെക്കുറിച്ചുള്ള നമ്മുടെ ആടൂരേൻ്റെ വീടിനടുത്തുള്ള പ്രിയപ്പെട്ട ഒരാളാണ്. അവരുടെയൊക്കെ ആ ആശുപത്രികളിലെ എന്നെ പലയിടത്തും കൊണ്ടുപോയി. ഒപ്പം തന്നെ അവരുടെ വീടും ചുറ്റുപാടുകളും വൃത്തിയാക്കി ഇടുന്നതെല്ലാം
വളരെ വളരെ നല്ല വിലപ്പെട്ട കാഴ്ചയും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സംസ്കാരത്തിൻ്റെ ഒരു ഈറ്റില്ല. ഇംഗ്ലീഷുകാരെന്ത് ചെയ്തു, ശരിയോ തെറ്റോ അതിനപ്പുറം വായിക്കാനുള്ള മനോഭാവം, ഈ യൂണിവേഴ്സിറ്റികൾ, അവിടുത്തെ അധ്വാനങ്ങൾ, ആശുപത്രിയിലെ ഡോക്ടർമാരുടേതായ പ്രതിബദ്ധതകൾ, നമ്മുടെ സിസ്റ്റേഴ്സിൻ്റേതായിട്ടുള്ള അധ്വാനം, ഇതൊക്കെ കാണാനും കേൾക്കാനും ദൈവം തമ്പുരാൻ ഇടയാക്കി തീർത്തത് വിദേശയാത്രകളിലെ ഒരു മുതൽക്കൂട്ടാണ്. ഇന്നും അതിൻ്റെ സജീവതകൾ ഞാൻ ഓർത്ത് അതിനെക്കുറിച്ച് കഴിഞ്ഞ കാലം തൃപ്തിപ്പെടുകയല്ല. ഇന്ന് ഹിയർ ആൻഡ് നൗ, ഇപ്പോൾ നമുക്ക് അടൂരിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഒരു ആഹ്വാനമായിട്ട് ഈ കാഴ്ചകൾ പഠനമായിട്ട് മാറാൻ ഇടയായി തീർന്നു. അതും വളരെ സന്തോഷത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷ മേഖലയിലുടനീളം വ്യാപരിച്ച ദൈവകൃപയ്ക്ക് നന്ദി കരേറ്റാം. അച്ഛനിപ്പോൾ നവതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നവതി കൊണ്ടാടുവാൻ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, ഭാഗ്യങ്ങൾക്ക് നന്ദി പറയാം. അച്ഛനോടൊപ്പം ഒരു നിഴൽ പോലെ ബഹുമാനപ്പെട്ട ആനി കൊച്ചമ്മ ആലുവ മഹിളാലയത്തിലും UTCയിലും ഒക്കെ പഠിച്ച അനുഭവ സമ്പത്ത് അച്ഛനോടൊപ്പം ശുശ്രൂഷ മേഖലകളിൽ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു. അച്ഛന് ദൈവം നൽകിയ 3 മക്കൾ, അവർക്ക് ദൈവം നൽകിയ കുടുംബം, 6 കൊച്ചുമക്കൾ, എല്ലാവരും അച്ഛൻ്റെ ജീവിതത്തിന് ആവോളം സന്തോഷം നൽകുന്നു. ആ സന്തോഷത്തിൻ്റെ ആരോഗ്യവും അനുഗ്രഹവും ഈ നാളുകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അനുഭവങ്ങൾ അടുത്ത തലമുറയ്ക്കും മുതൽക്കൂട്ടായി തീരുന്നതിന് ദൈവം ഇടയാകട്ടെ. അച്ഛനെ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അച്ഛൻ പറഞ്ഞ വാക്ക് ജീവിതം എന്ത് പഠിപ്പിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി TN ജയചന്ദ്രൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജീവിതം എന്ത് പഠിപ്പിച്ചു. അതിനകത്ത് അദ്ദേഹം ഒരു 30ഓളം ആളുകളുടെ ഇൻ്റർവ്യൂ നടത്തുകയാണ്. പലരും പല ഉത്തരം പറഞ്ഞു. ചിലർ പറഞ്ഞു, എന്നെ ആരും ഒന്നും അങ്ങനെയൊന്നും പഠിപ്പിക്കാനില്ല, എനിക്കെല്ലാം അറിയാം. ഞാൻ ശാന്തനായ ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ പഠിച്ച പാഠം കണ്ടുമുട്ടലുകൾ വഴിത്തിരിവാണ്. കണ്ടുമുട്ടലുകൾ വഴിത്തിരിവാണ്. എൻ്റെ കഴിഞ്ഞ 90 സംവത്സരത്തിലെ ജീവിതയാത്രയിൽ അതിൻ്റെ വൈവിധ്യങ്ങളായ അനുഭവങ്ങളിൽ ആ കണ്ടുമുട്ടലുകളൊക്കെയും എന്നെ തിരുത്താനും കൂടുതൽ വിനയപ്പെടാനും ഇടയാക്കിയിട്ടുണ്ട്. എൻ്റെ ദിനചര്യയിൽ ഞാൻ തന്നെ ബോധപൂർവം എന്നെ തന്നെ ശിക്ഷണപ്പെടുത്താനായി ഓരോ ദിവസവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എളിമയോടുകൂടെ പറയട്ടെ, കൃത്യം 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ മാരാം കൺവെൻഷൻ്റെ കൺവെൻഷൻ ഗീതങ്ങളുണ്ട്. എൻ്റെ വീട്ടിലൊരു പാട്ട് കേൾക്കാനും അല്പം മുറ്റത്തേക്ക് കേൾക്കാനുമുള്ള സംവിധാനമുണ്ട്. ആ പാട്ടുകൾ, സന്ദർഭത്തിനനുസരിച്ചുള്ള പാട്ടുകൾ ശാന്തമായി കേൾക്കുമ്പോൾ മനമേ പക്ഷി ഗണങ്ങളിൽ നിന്ന് മാത്രം മതി. ആ പക്ഷികളുടെ ശബ്ദവും അതിൻ്റെ ആ പല രീതിയിലുള്ള വൈവിധ്യമാർന്ന പ്രകൃതിയുടെ ശബ്ദങ്ങളൊക്കെയും കേൾക്കാൻ ആരോഗ്യം ദൈവം തന്നു. ഒക്കെ വളരെ അനുഗ്രഹകരമായ ഒന്നാണ്. വായിക്കുന്ന പത്രങ്ങൾ, മറ്റ് പുസ്തകങ്ങൾ വായനയ്ക്കും ഞാൻ അല്പം നല്ല സമയമെടുക്കും. പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയിൽ കാലത്തിനൊത്ത അനേക വിലപ്പെട്ട പുസ്തകങ്ങളുണ്ട്. എല്ലാം മനസ്സിലായില്ലെങ്കിലും എല്ലാം ഓർത്തില്ലെങ്കിലും അത് നന്നായ രീതിയിൽ ഞാനത് പ്രയോജനപ്പെടുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വരുന്നവരോട് എൻ്റെ പ്രായത്തിൻ്റെയൊക്കെ
ആ പശ്ചാത്തലത്തിൽ ഒരു വിമർശനം ആയിട്ടല്ല, അവരാരാണെങ്കിൽ തന്നെയും സ്നേഹത്തോടുകൂടെ സംസാരിക്കാനും വരുന്നവരുടെ ക്രെഡിബിലിറ്റി നോക്കിയല്ല, കഴിവുള്ള നിലയിൽ ചെറിയ തോതിൽ മക്കളൊക്കെ അതിന് സത്യം പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം തന്നിട്ടുണ്ട്. അറിയിക്കുന്ന ഒരാൾക്കും വെറും കൈയോടെയും വിടത്തില്ല, ഒരു ഭക്ഷണം ആർക്കിന് കൊടുക്കാതെ വിടത്തില്ല. അതൊക്കെ എനിക്ക് സാധിച്ചത്, എൻ്റെ കുടുംബത്തിന് സാധിച്ചത് അളവിൽ കൂടുതലായി ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ആ മനോവിനയത്തോടു കൂടാണ് ഞാൻ ഓരോ ദിവസവും ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഇതുവരെ 90 വയസ്സ് വരെ ഞാൻ അനുഭവിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നാളെ ദൈവം തമ്പുരാൻ എന്നോടുകൂടെ, എന്നെ സ്നേഹിക്കുന്ന ജനത്തോടുകൂടെ, ഞാൻ സ്നേഹിക്കുന്നവരോടുകൂടുണ്ട്. അതിൻ്റെ നല്ല ഓർമ്മയിൽ ദൈവമേ, നീ എന്നെ കുറേ കൂടെ വിനയപ്പെടുത്തണമേ, ആശ്രയബോധമുള്ളവനാക്കണമേ. ആ ആത്മാവിൽ ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കൾ, പ്രാർത്ഥനയായി എനിക്ക് തണലായി കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അച്ഛൻ്റെ അനുഭവങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഒരു ബുക്ക് വായിക്കുന്നത് പോലെ ചരിത്രത്തിൽ നിന്നും അനുഭവക്കുറിപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കുന്നതിന് ഇടയായല്ലോ. പ്രത്യേകിച്ച് മാർത്തോമാ സഭയിലെ അഭിമന്യ തീത്തോസ് തിരുമേനി പ്രിയപ്പെട്ട അച്ഛൻ്റെ സഹോദര പുത്രനാണ്. എബ്രഹാം മാർ പൗലോസ് തിരുമേനി അച്ഛൻ മാങ്ങാനത്ത് ശുശ്രൂഷ ചെയ്യുന്ന കാലയളവിൽ ഒരു യുവാവായി പ്രവർത്തിച്ച ആളുകളിൽ ഒരാളാണ്. അത്തരത്തിൽ എണ്ണമറ്റ പട്ടക്കാരെ, സുവിശേഷ പ്രവർത്തകരെ ഒക്കെ സഭയ്ക്ക് നൽകാൻ അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകളിലൂടെയൊക്കെ ദൈവം സഹായിച്ചല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അനുഭവങ്ങൾ നമുക്കും അടുത്ത തലമുറയ്ക്കും കൂടുതൽ അനുഗ്രഹവും പ്രചോദനവും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.